തന്നാരാം കള്ളി താനേതത്തിന്നെ തന്നാരാ താനിന്നേതത്തിന്നെ തന്നാരാം കള്ളി താനേതത്തിന്നെ തന്നാരാ താഗ ചേർത്തലക്കാവിൽ ഭഗവതി ഓരാണ്ടിലൊരു നാളിലോ ഞങ്ങളിൽ വന്നടുത്തേ ഒരു കോല് ഇഞ്ചയ്ക്കും ഒരു കമ്പ് താളിക്കും ആരണിയാരമേ ഞങ്ങളിന്ന് തേരുവലിയുണ്ട് താലപ്പൊലിയുണ്ട് അഞ്ചമ്മാദേവി തിരുനടക്കേ കണ്ടത്തിൽ ആരടി കാളിയെ ചെയ്തരി തരി കൂടെ തകതിയെത്താ കാളിമാർ കൂട്ടത്തിൽ കള്ളികളുണ്ടോ ചെയ്തരി തരി കൂടെ തകതിയെത്താ കിട്ടുന്ന വാളെ തുണതരണം ചെയ്തരി തരി കൂടെ തകതിയെത്താ അംഗം വെട്ടല്ലേ ചുങ്കം പോരുതല്ലേ എന്നമ്മ ദേവി ഭഗവതിയെ പിടിക്കണ അരിഭദ്രകാളിയേ ആരി പിടിക്കണ അരിഭദ്രകാളിയേ ആരി പിടിക്കണ അരിഭദ്രകാളിയേ ആരി പിടിച്ചു വരതിരിയോ നില്ല നില്ലേ നേരെ നിൽക്കണമ്മ എന്നമ്മ ദേവി ഭഗവതിയേ നില്ല നില്ലേ നേരെ നിൽക്കണമ്മ എന്നമ്മ ദേവി ഭഗവതിയേ നിങ്ങൾ കണ്ടതാണ് കൊട്ടുംകളിപ്പാട്ട്. എറണാകുളത്തിന്റെ സ്വന്തം പുലിക്കുട്ടികളാണ് ഇവിടെ പെർഫോം ചെയ്തത്. കൂടുതൽ കാര്യങ്ങൾ എനിക്കും സംശയമുണ്ട്, നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. എന്താണ് പേര്? ശ്രീലക്ഷ്മി, ദേവിക, ആര്യനന്ദ, അനവദ്യ സജി, ആര്യലക്ഷ്മി, അനു, പൗർണമി ചന്ദ്ര. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, അടിപൊളിയായിട്ട് നിങ്ങൾ കളിച്ചു. ഒരു രക്ഷയില്ല. സ്റ്റേജിൽ എന്താണോ നിങ്ങൾ കൊടുത്തത് അതേ എനർജിയോട് കൂടി ഇവിടെ നിങ്ങൾ കളിച്ചു. ഒരുപാട് ആ ഒരു കിതപ്പിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ഈ കലോത്സവ വേദിയിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയാലൊക്കെ? എന്താണ് ആദ്യം ഈ കൊട്ടുംകളിപ്പാട്ട് എന്ന് എന്നെപ്പോലെ പ്രേക്ഷകർക്കും അറിയാത്തവർക്കൊക്കെ സംശയമുണ്ട്. അതൊന്ന് ആരാ എനിക്ക് തീർത്തു തരിക? ആരാ? ഇത് ആലപ്പുഴ ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങളിൽ കൃഷി ആരംഭത്തിന് മുമ്പ് കാവുകളിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. ഇതിൽ മുടിയാട്ടവും കൊട്ടിയാണ് പാടിക്കൊണ്ടിരുന്നത്. ഇത്രേ ഉള്ളൂ? കഴിഞ്ഞോ? പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായി നിങ്ങളുടെ? നല്ലതായിരുന്നു. നല്ല രീതിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയോ? പറ്റി. ഹാപ്പിയാണ് മൊത്തത്തിൽ? ആ മുഖത്തൊന്നും കാണുന്നില്ലല്ലോ. സന്തോഷത്തോടെ പറ. ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് കളിച്ചപ്പോൾ എന്താ തോന്നിയേ? അവിടുത്തെ സ്റ്റേജിൽ കളിച്ച് ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത ഒരു എഫേർട്ടൊക്കെ ഇട്ട് ചെയ്തത് നല്ലതായും തോന്നിയോ? നല്ലതായി തോന്നി. ആദ്യമായിട്ടാണോ കലോത്സവ വേദിയിൽ വരുന്നത്? ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. അതിന് മുന്നേ പോയിട്ടുണ്ട്. സബ് ജില്ലാ കലോത്സവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? നല്ലതായിരുന്നു. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായി. ഇവിടെ വന്നപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കൊട്ടുംകളിപ്പാട്ടൊക്കെ ആയിട്ട് വന്ന് കണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും? ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്നിട്ടുണ്ടാന്ന് അറിയില്ല, ഞങ്ങളിപ്പോൾ കണ്ടിട്ടില്ല വേറെ ആരെയും. ഞങ്ങളിപ്പോൾ കണ്ടതിൽ ഇപ്പം ഞങ്ങൾ മാത്രമാണ് കൊട്ടുംകളിപ്പാട്ട് ചെയ്തിട്ടുള്ളത്. പഠിക്കാനായിട്ട് എങ്ങനെ? മുടിയാട്ടം അടക്കമുണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ കളിച്ചത്. ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് പഠിച്ചു വരുമ്പോൾ എങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഇപ്പോൾ 6 മാസത്തോളം ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ഉപജില്ലയൊക്കെ 6 മാസം മുമ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ജില്ലയ്ക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്ത്, ഇപ്പോൾ സ്റ്റേറ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത്. ഏകദേശം എത്ര സമയം എടുത്തു? ആരാച്ചാ പറഞ്ഞോട്ടോ? 6 മാസം സമയമെടുത്ത് പഠിക്കേണ്ടത്. കൂടെ ഉപയോഗിച്ച ഉപകരണങ്ങളില്ലേ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്തൊക്കെയാണെന്നുള്ളത്? തൊടി, ചെലമ്പ്, വലന്തല. എന്താ? ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടല്ല? നല്ല വെയിറ്റ് അല്ലേ ഇത്? ഇല്ല, ഷോൾഡർ വെച്ച് ആദ്യമൊക്കെ ഇത്തിരി കുഴപ്പമുണ്ടായി, പിന്നെ ഇപ്പോൾ ശീലമല്ലേ, കുഴപ്പമില്ല.
അപ്പോൾ പ്രാക്ടീസ് സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നോ? എല്ലാം ആദ്യം കുഴപ്പമുണ്ടല്ലോ, പിന്നെ യൂസ്ഡ് ആയപ്പോൾ കുഴപ്പമില്ല, നല്ലോണം ചെയ്യാൻ പറ്റി. നിങ്ങൾ കളിച്ചിറങ്ങിയപ്പോൾ എല്ലാവരും എന്താ പറഞ്ഞത്? ഇപ്പം ഞാൻ വരുമ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു നന്നായി കളിച്ചു മക്കളേന്ന്, അതേപോലെ എന്തൊക്കെ കമൻറ്റ്സ് എന്തൊക്കെയാണ് വന്നേ? കുറേ പേര് നല്ലതാണെന്ന് പറഞ്ഞ്, അപ്പം അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഇത് ഞങ്ങളെ ഭീഷ്മ കൊച്ചി എന്ന് പറഞ്ഞ നാടൻ പാട്ടിലെ ട്രൂപ്പ് ആണ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചത്. അതിൽ തന്നെ അലൻ എന്ന് പറഞ്ഞ ചേട്ടനും ആദിത്യൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. താങ്കളാണ് ഇതിലത്തെ ടോക്കറ്റീവ്. അപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ്. നല്ല പ്രതീക്ഷ. എറണാകുളത്തിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ കപ്പും കൊണ്ട് പോവാൻ? ഉണ്ടെന്ന് പ്രതീക്ഷിക്കും. കിട്ടും. തൃശ്ശൂരിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങും? വാങ്ങണം എന്നുണ്ട്. കോൺഫിഡൻസോടൊന്ന് പറഞ്ഞത്. കോൺഫിഡൻസ് ഇല്ല, വാങ്ങണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ കൊട്ടുംകളിപ്പാട്ടുമായിട്ടാണ് ഇങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അനായാസമായിട്ട് സിമ്പിളായിട്ട് അവരത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും പ്രതീക്ഷയുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഈ പിള്ളേർ കളിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിശിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.